പ്രിയമുള്ളവരെ, എൻ്റെ സ്നേഹവന്ദനം. ഇന്നിവിടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് സിസ്റ്റർ ശോഭ ന്യൂ വിഷൻ ഫോർ എ ചേഞ്ചിങ് വേൾഡ് എന്ന മാസികയിൽ 2010 മാർച്ച് 15 എഴുതിയ ഒരു ലേഖനമാണ്. ടൈറ്റിൽ ഒരു ത്യാഗവും ദൈവം കാണാതെ പോകുന്നില്ല. സ്ത്രീകൾ അവരുടെ ഉള്ളിലുള്ള നന്മ മുഴുവൻ പ്രകടിപ്പിച്ച് ജീവിച്ചാൽ ഭൂമി എത്ര സുന്ദരമായിരുന്നേനെ. അവർ അത് അറിയാതെ പോകുന്നത് കൊണ്ട് മാനവരാശിക്കുണ്ടാകുന്ന ദുരന്തം പറഞ്ഞറിയിക്കാവുന്നതല്ല. എന്നാൽ നമ്മളുടെ നന്മകളെപ്പറ്റി തിരിച്ചറിവ് ഉണ്ടായവർക്ക് ഭൂമിയുടെ മുഴുവൻ ആദരവും ലഭിക്കുന്നു. രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള ബന്ധത്തിൽ എത്ര ഉദാത്തവും ഉന്നതവുമായ ഒരു കാര്യം നിലനിന്നിരുന്നു എന്നുള്ള ഒരു അപൂർവസുന്ദരമായ കഥയാണ് ബൈബിളിലെ രൂത്തിൻ്റെയും നവോമിയുടെയും. രൂത്ത് ഒരു വിജാതീയ പെൺകുട്ടിയാണ്, അതായത് ജൂത പെൺകുട്ടി, വിധവയും. പക്ഷേ ബൈബിളിലെ ഒരു ഗ്രന്ഥത്തിൻ്റെ ശീർഷകം ആകാൻ തക്കവണ്ണം നന്മയുള്ളവളായിരുന്നു അവൾ. ഇതേപോലെ ഉള്ള സ്ത്രീരത്നങ്ങൾ ഹിന്ദു പുരാണങ്ങളിലും ഉണ്ട്. പഞ്ചകന്യകമാർ എന്ന് നമ്മൾ അറിയപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ് അഹല്യ, ദ്രൗപദി, സീത, താര, മണ്ഡോദരി ഇവരൊക്കെ. പക്ഷേ അവരെല്ലാം ഉന്നത കുലജാതരും പ്രഗത്ഭരായ ആൾക്കാരുടെ ഭാര്യമാരുമാണ്. നമ്മളുടെ പാവം രൂത്ത് അങ്ങനെയല്ല. വളരെ താണ കുടുംബത്തിൽ ജനിച്ച് വളരെ പാവപ്പെട്ട സാഹചര്യത്തിൽ ജീവിച്ച് ഭയങ്കര നന്മ നിറഞ്ഞ ഒരു ജീവിതം നയിച്ചയാളാണ്. അപ്പം തീർച്ചയായിട്ടും അവളെ എടുത്തു പറയേണ്ടതുണ്ടല്ലോ. തൻ്റെ ഭർത്താവും 2 മക്കളും മരിച്ച ഒരു മാതാവാണ് നവോമി, രൂത്തിൻ്റെ അമ്മായിയമ്മ. അമ്മായിയമ്മയുടെ ദുഃഖത്തേക്കാൾ വലുതല്ല തൻ്റെ ദുഃഖം എന്ന് അറിഞ്ഞ് അവൾ ആ അമ്മയെ ഉപേക്ഷിക്കാതെ കൂടെ താമസിച്ചു. ഭർത്താവിൻ്റെ സഹോദരൻ്റെ ഭാര്യയായ ഓർഗായോട് അമ്മ സ്നേഹപൂർവ്വം നിർബന്ധിച്ചു, നീ നിൻ്റെ വീട്ടിലേക്ക് പോകണം, ഒരു പുനർവിവാഹത്തിലേർപ്പെടണം. അവളതനുസരിച്ച് അവൾ തിരിച്ചവളുടെ വീട്ടിലേക്ക് പോയി. അത് രൂത്തിനൊരിക്കലും ഒരു പ്രലോഭനമായില്ല. തൻ്റെ പ്രായമായ വാർദ്ധക്യത്തിലെത്തിയ അമ്മ നവോമി അനുഭവിക്കുന്ന ദുഃഖങ്ങൾ പങ്കുവയ്ക്കാനേ അവൾ ആഗ്രഹിച്ചുള്ളൂ. മറ്റൊരു ആഹ്ലാദവും തനിക്ക് വേണ്ട എന്നുള്ള നിലപാടിലായിരുന്നു അവൾ. അമ്മയോടവൾ പറഞ്ഞു, എന്നോട് അമ്മയോടൊപ്പം പോരരുത് എന്നമ്മ പറയരുത്, എന്നെ അമ്മ ഉപേക്ഷിച്ചു പോകരുത്. അമ്മ വസിക്കുന്നിടത്ത് ഞാൻ വസിക്കും, അമ്മയുടെ ചാർച്ചക്കാർ എൻ്റെ ചാർച്ചക്കാരായിരിക്കും, അമ്മയുടെ ദൈവമായിരിക്കും എൻ്റെ ദൈവം. അമ്മ മരിച്ച് അടക്കപ്പെടുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടണം. വൈവാഹിക ജീവിതത്തിൻ്റെ മർമ്മമറിഞ്ഞ ഒരു വ്യക്തിയിൽ നിന്ന് മാത്രമേ ഇങ്ങനെയുള്ള അർത്ഥപൂർണമായ വാചകങ്ങൾ വരികയുള്ളൂ. രൂത്തിൻ്റെ തീരുമാനം അത്ര നിസ്സാരമൊന്നുമല്ല. ഒരു കുഞ്ഞുപോലും പിറക്കാതെ വിധവയായി തീർന്ന അവൾക്ക് വേണമെങ്കിൽ നവോമിയെ ഉപേക്ഷിച്ച് പോകാമായിരുന്നു. തൻ്റെ ആരുമല്ല എന്ന് കണക്കിലെടുത്ത് നവോമിയെ ഉപേക്ഷിച്ച് പോകാമായിരുന്നു. യാതൊരു വാഗ്ദാനത്തിൻ്റെ പിൻബലവുമില്ലാതെ, സുരക്ഷയുമില്ലാതെ, അർഹിക്കുന്ന ആഹ്ലാദങ്ങളെല്ലാം ത്യജിച്ച് അവൾ നവോമിയോടൊപ്പം താമസിച്ചു. ഏറ്റവും ഉന്നതമായൊരു സ്വഭാവരീതിയാണത്. അതായിരിക്കണം അവൾ എബ്രഹാമിനേക്കാളിലും മീതയായത്. ഒരു വിജാതീയ പെൺകുട്ടി ആയിരുന്നിട്ടും ബൈബിളിലെ ഒരു ഗ്രന്ഥം അവളുടെ പേരിൽ രചിക്കപ്പെട്ടു. അബ്രഹാമിനോ മോശയ്ക്കോ മറിയത്തിനോ ഒന്നും ലഭിക്കാതെ പോയ ഭാഗ്യമാണത്. രൂത്തിനെ പോലെ തന്നെ നന്മ നിറഞ്ഞവളായിരുന്നു നവോമിയും. ദുഃഖങ്ങളുടെ കൂമ്പാരമായിരുന്നു. ഭർത്താവില്ല, മക്കളില്ല, ജീവിക്കാൻ സ്ഥലമില്ല, വരുമാനമില്ല.
ദുരിതങ്ങളും ദുഃഖങ്ങളുമേ ഉണ്ടായിരുന്നുള്ളൂ. അതെല്ലാം വളരെ സംയമനത്തോടെ അവൾ സഹിച്ചു. ഇത് നമ്മൾ പാഠമാക്കേണ്ടതാണ്. അതേപോലെ അവൾ പലപ്പോഴും വിളിച്ചു പറയുമായിരുന്നു, സന്തുഷ്ട എന്നർത്ഥം വരുന്ന നവോമി എന്നല്ല എന്നെ വിളിക്കേണ്ടത്, കയ്പ് നിറഞ്ഞ മാറ എന്നാണ് എന്നെ വിളിക്കേണ്ടതെന്ന്. ദൈവത്തിൻ്റെ കരങ്ങൾ അവൾക്ക് എതിരാകുന്നതും ദൈവം കഠിനമായ പ്രവർത്തനങ്ങൾ അവൾ ചെയ്യുന്നതുമൊക്കെ അവൾ മനസ്സിലാക്കിയെങ്കിലും ഒരിക്കലും ആരെയും കുറ്റപ്പെടുത്തിയില്ല. ദൈവത്തിനെ പോലും സ്വസ്ഥത കണ്ടത് ദൈവത്തിൽ നിന്നാണ്. ഒരിക്കലും നവോമി റൂത്തിനെ കുറ്റപ്പെടുത്തിയില്ല. വേണമായിരുന്നെങ്കിൽ ഈ കയ്പനുഭവങ്ങൾക്കെല്ലാം കാരണം രൂത്താണെന്ന് അവൾക്ക് നവോമിയുടെ മേൽ കുറ്റം ചുമത്താമായിരുന്നു. ഈ കാലത്ത്, ഈ നൂറ്റാണ്ടിൽ പോലും അമ്മായിയമ്മമാരും വീട്ടിലുള്ള മറ്റുള്ളവരും ഒരു കുട്ടിയെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നാൽ പിന്നെ ആ വീട്ടിലുണ്ടാകുന്ന സർവ്വ ദുരന്തങ്ങൾക്കും കാരണം അവളാണെന്നാണ് പറയാറ്. അവൾക്ക് കുഞ്ഞ് ജനിച്ചില്ലേൽ അതവളുടെ കുറ്റം, ജനിച്ച കുഞ്ഞുങ്ങൾ പെൺകുട്ടികളായാൽ അതവളുടെ കുറ്റം. അങ്ങനെ കുറ്റങ്ങളെല്ലാം അവളുടെ മേൽ കെട്ടിവെക്കുന്ന ഒരു കാലമാണ്. എന്നാൽ ദൈവത്തിൻ്റെ പൊൻകരങ്ങൾ അവരിൽ പ്രവർത്തിച്ചു. രണ്ടുപേർക്കും ഇഷ്ടം പോലെ ദുഃഖങ്ങൾ ഉണ്ടായിട്ടും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങും തണലുമായി. ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങളിലൂടെ രൂത്തിന് ദാവീദിൻ്റെ മുത്തശ്ശിയാകാൻ കഴിഞ്ഞു. ദാവീദിൻ്റെ ഗോത്രത്തിൽ നിന്നാണ് പിന്നെ യേശു ക്രിസ്തു ജനിച്ചത്. അപ്പോൾ സ്നേഹപൂർണമായ ഒരു ത്യാഗവും ദൈവം ഒഴിവാക്കുന്നില്ല, ദൈവം ഒഴിവാക്കുന്നില്ല, ഒരു ത്യാഗവും ദൈവം കാണാതിരിക്കുന്നില്ല. തക്ക സമയത്ത് തക്ക പ്രതിഫലം കൊടുക്കുന്നതിനായിട്ട് ദൈവം തൻ്റെ ദിനാന്ത്യക്കുറിപ്പിൽ അത് വ്യക്തമായി കുറിച്ചു വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാ സ്ത്രീകൾക്കും ഇതുപോലെ പെരുമാറാവുന്നതേ ഉള്ളൂ. പക്ഷേ മക്കളും മരുമക്കളും തമ്മിലുള്ള വ്യത്യാസം ഇങ്ങോളം നിലനിൽക്കുക, ഇപ്പോഴും നിലനിൽക്കുക. മരുമക്കളിൽ നിന്ന് മരുവും അമ്മായിമ്മയിൽ നിന്ന് അമ്മായിയും മാറ്റിക്കളഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷേ ആരും അതിന് മുതിരുന്നില്ല. ഈ ലേഖികയ്ക്ക് ഒരു കാര്യം വായിച്ചപ്പോൾ കണ്ണു നിറഞ്ഞു പോയി എന്ന് അവരെഴുതിയിരുന്നു. ചെറുപ്പക്കാരനായ മകൻ മരിച്ച് വിധവയായ ഭാര്യ അവരുടെ കൂടെ താമസിക്കുകയാണ്. അവളെ ആ അമ്മയും അച്ഛനും സ്നേഹവാത്സല്യത്തോടെ ആശ്വസിപ്പിച്ച് മകളായി തന്നെ കൂടെ നിർത്തി യഥാസമയത്ത് ഒരു വിവാഹം കഴിച്ചയച്ചു. എത്ര സുന്ദരമായ ഒരു പ്രവൃത്തി! എല്ലാവർക്കും ഇങ്ങനെ ചെയ്തുകൂടെ എന്ന് നമുക്ക് തോന്നും. പക്ഷേ ദിമല്ല പറയുന്നത് പോലെ അമ്മായിയമ്മമാർ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും, മക്കളൊന്ന് മരുമക്കളൊന്ന് എന്ന്. ദൈവം ഏതൊരു ബന്ധവും ദൈവം കൂട്ടിച്ചേർക്കപ്പെടാതെ ഭൂമിയിൽ രൂപപ്പെടുന്നില്ല. അത് പവിത്രമായി തന്നെ അങ്ങോളം നിലനിർത്തേണ്ടത് നമ്മുടെ എല്ലാം കടമയാണ്. ആ വഴിയുടെ അറ്റത്ത് ദൈവം കാത്തു നിൽക്കും. എന്തെല്ലാം കൃപാവരങ്ങളുമായിട്ടാണ് കാത്തു നിൽക്കുന്നതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമ്മളുടെ വീട്ടിലേക്ക് എത്തുന്ന വിവാഹിതയായി എത്തുന്ന കുട്ടിയോടെ ഒരു അമ്മ എന്ന കണക്കെ നമ്മൾ അവളെ സ്നേഹിക്കണം, കരുതണം, അവൾക്ക് വേണ്ടതെല്ലാം കൊടുക്കണം. അമ്മായിയമ്മ മരുമകൾ എന്നുള്ള ആ വ്യത്യാസം അത് മാറേണ്ടത് എത്രയോ കാലങ്ങൾക്ക് മുമ്പേ മാറേണ്ടതാണ്. പക്ഷെ ഇപ്പോഴും അത് നിലനിൽക്കുന്നു. അതിനെ തുടച്ച് നീക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള വിപത്തുക്കളാണ് നമ്മളുടെ വൃദ്ധസദനങ്ങൾ കൂടാൻ കാരണം. എത്രയോ സ്ത്രീകളാണ് അവിടെ വന്നിരിക്കുന്നത്. ഭർത്തൃമാതാക്കളും മകൻ്റെ ഭാര്യമാരും എല്ലാം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് വൃദ്ധസദനങ്ങൾ. അവരെയൊക്കെ പരിപാലിക്കാൻ അവിടെ 2-3 പേരേ ഉള്ളൂ. അവരാണ് അവർക്ക് സന്തോഷം പകരുന്നതും ആഹാരം കൊടുക്കുന്നതും മരുന്ന് കൊടുക്കുന്നതും ഒക്കെ. അതുകൊണ്ട് തീരാവുന്നതേ ഉള്ളൂ അവരുടെ പ്രശ്നം. പിന്നെ എന്തുകൊണ്ട് നമ്മൾക്ക് അവരെ വീട്ടിൽ എല്ലാവരും കൂടി അവരെ പരിപാലിച്ചുകൂടാ? ഇതൊക്കെ കാലം മാറിയിരിക്കുന്നു, നമ്മളും മാറേണ്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ നമ്മൾക്ക് കിട്ടണമെങ്കിൽ നന്മ നിറഞ്ഞൊരു ഹൃദയം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. എല്ലാവർക്കും നന്മ നിറഞ്ഞൊരു ഹൃദയം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.